ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഇതിനു മുമ്പ് ഞാനൊരു സലഫി മക്കനയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡബിൾ ലെയർ ആണ്. സിംഗിൾ ലെയറിൻ്റെ ഇട്ടിട്ടുണ്ട്, ഡബിൾ ലെയറിൻ്റെ ഇട്ടിട്ടുണ്ട്. ഡബിൾ ലെയറിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇർഫാന എന്ന് പറയുന്നൊരു ഫ്രണ്ട്, നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിലുള്ള ഇർഫാന എന്ന് പറയുന്നൊരു ഫ്രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കിൽ ഫ്രില്ല് വരുന്ന ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനായിട്ട് 2 മീറ്റർ മെറ്റീരിയലാണ് വേണ്ടത്. അതിലാദ്യം ഇതുപോലെ മെറ്റീരിയൽ ഒന്ന് കോണായിട്ട് മടക്കിയിടുക. ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ 2 രീതിയിൽ നമ്മൾ ബാക്കിൽ ഞൊറിവിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ആദ്യത്തെ മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ കോണായിട്ട് മടക്കുക. എന്നിട്ട് ലെങ്ത് എത്രയോ വേണ്ട, ബാക്ക് സൈഡിൽ ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 30 എടുത്തിരിക്കുന്നത്. 30 വെച്ച് ഇവിടെ അടയാളപ്പെടുത്തി ഫുള്ളായിട്ട് നമുക്കെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഞാനിവിടെ 30 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് കൂട്ടിയിട്ട് വേണമെങ്കിൽ ലെങ്ത് കൂട്ടിയിട്ട് എടുക്കുക. ഇതൊരു ആവറേജ് ലെങ്തിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ 30 ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ടത് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്ക് പിന്നെ രണ്ടാമത്തത് ബാക്ക് സൈഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. രണ്ടാമത്തെ പീസ് 2 എണ്ണം സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കാമെന്ന് പറഞ്ഞത്. രണ്ടാമത്തതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 1 2 മടക്കിയിട്ടതിന് ശേഷം ആ ഓപ്പണിംഗ് വരുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ആ കോണിൻ്റെ അവിടെ നിന്നാണ് ഇതുപോലെ പിടിച്ചെടുക്കുന്നത്. ഇത് കോണായിട്ടല്ല നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത്, ചുമ്മാ 2 മടക്കിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ലെങ്ത് ഞാൻ 25 എടുത്തിരിക്കുന്നത്. 25 എന്ന് വെച്ചാൽ ഇത് ഞൊറിവിട്ടെടുക്കുമ്പോൾ ഇതിന് ലെങ്ത് ഇച്ചിരി കൂടി വരും, മറ്റേത് ഞൊറിവിട്ടെടുക്കുമ്പോൾ ചുരുങ്ങിയിട്ട് ഇച്ചിരി ലെങ്ത് കുറയും. അതുകൊണ്ടാണ് അത് കൂട്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇത് ഇച്ചിരി ഒരു 5 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസ് 2 എണ്ണത്തിൻ്റെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് 2നും ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിന് ഇതുപോലെ 2 മടക്കിയിട്ട് 25 ഇഞ്ച് ലെങ്തിൽ എടുക്കുക. എന്നിട്ട് 14 വിഡ്ത്തിലും എടുക്കുക. ഇതുപോലെ 2 മടക്കിയിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ഇതുപോലെ എല്ലാ സൈഡും 14 എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ മുഖത്തിൻ്റെ അളവ് 10 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. മടക്കിയിട്ടിട്ട് 10, ഫുള്ള് 20 വരും, മടക്കിയിട്ട് 10. ആ 10 2 സൈഡിലും നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വളച്ച് വരച്ച് പിന്നെ താഴേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. ഇതുപോലെ വളച്ച് കൊടുത്ത് ഇതുപോലെ വളച്ചാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ വരച്ച അതേ അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് 2 എണ്ണത്തിന് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നത് 2നും. എന്നിട്ട് സെൻറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. മുകളിലും താഴെയും സെൻറ്ററുകൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി പിന്നെ നമ്മുടെ തലയുടെ ഭാഗത്തുള്ളൊരു ചെറിയൊരു പീസുണ്ട്. നമ്മളത് സാധാ സലഫി മക്കനയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ കട്ട് ചെയ്യാനുള്ള. സലഫി മക്കനയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിന് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിത് ഇതും കട്ട് ചെയ്തിട്ട് അതിനെല്ലാത്തിനും ഇതുപോലെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ തലയുടെ മുകൾ ഭാഗത്ത് വയ്ക്കുന്നത് കട്ട് ചെയ്യുന്നത്. ആ പീസ് കട്ട് ചെയ്തിട്ട് ഞാനത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിനും കട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് അത് ലോക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ബാക്കിലേക്ക് കട്ട് ചെയ്തത് താഴെയും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പീസും വെച്ച് കൊടുത്ത് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിതിൻ്റെ കുറച്ച് എവിടം വരെ ഞൊറിവിടണോ അവിടെ വരെ ഞാനൊന്ന് കൊത്തുവിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തലയുടെ മുകൾ ഭാഗത്ത് വരുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ മടക്കി ഇട്ടിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് നോക്കുക. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കി മുഖത്തിൻ്റെ അതേ അളവിൽ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഇത് പിടിപ്പിച്ച് കൊടുക്കുന്നത്. നമ്മൾ മുഖത്തിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് 10 അന്നേരം മൊത്തത്തിൽ 20 20 കൂടുതൽ നമുക്കതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഒരു 22 വരാൻ പാകത്തിന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് വരുന്ന ഭാഗത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും തിരിച്ച്
സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മറു സൈഡും നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് അടുത്ത സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുക്കുക. നമ്മൾ സെൻറ്ററിൽ നിന്നാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. മുകൾ ഭാഗത്ത് വരുന്ന ഭാഗത്തിന് സെൻറ്ററിൽ നിന്നാണ് താഴേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുഖത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് എത്രയാണെന്ന് നോക്കുക. നമുക്ക് 10 ഇവിടെ വേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് 10 കിട്ടുന്നിടത്തു നിന്ന് താഴേക്ക് നമുക്കത് യോജിപ്പിച്ചെടുക്കണം. കൂട്ടി യോജിപ്പിച്ചെടുക്കുക. മക്കനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ, സൽഫി മക്കനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ താഴേക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ താഴേക്ക് ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇതിന് ശേഷം നമ്മൾ ബാക്കിൽ ഒരു കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊത്തിൻ്റെ അവിടെ നിന്ന് സെൻറ്റർ ഭാഗത്ത് കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിൻ്റെ അവിടെ നമ്മളിതുപോലെ മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. നമ്മൾ ബാക്ക് പീസിനും എടുത്ത മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറിട്ട് കൊടുക്കുക. ഇതുപോലെ ഞൊറിട്ട് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ അടുത്ത ഭാഗത്ത് ഒരു കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടം വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ മറു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ആ കുത്തിട്ടിടം വരെ നമ്മൾ ഞൊറിട്ട് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തുക. എന്നിട്ട് മറു സൈഡും മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് വരുമ്പം നമ്മൾ ബാക്ക് പീസിന് ഞൊറിട്ട് എടുക്കുക. ഇതുപോലെ ഞൊറിട്ട് നമ്മൾ ആ കൊത്ത് എവിടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് പീസിന് കൊത്ത് എവിടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവിടം വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് വെച്ച്. ഒരു മെത്തേഡിൽ നമ്മളിങ്ങനെയാണ് ഞൊറിട്ടെടുക്കുന്നത്. സെക്കൻഡ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ആ കോണായിട്ട് കട്ട് ചെയ്ത മെറ്റീരിയൽ അല്ല, രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ അമ്പർല പോലെ കട്ട് ചെയ്ത മെറ്റീരിയലാണ്. നമ്മൾ കോണായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത മെറ്റീരിയൽ അടുത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ബാക്ക് പീസ് ഇതുപോലെ ഞൊറിട്ട് വന്ന് ഫ്രണ്ട് പീസ് ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടാമത്തെ മക്കനെ ഇതുപോലെയൊക്കെ ആദ്യത്തെ എല്ലാം സെയിം ആ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്ക് പാർട്ട് മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കാനുള്ളത്. ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നോക്കുക. എന്നിട്ട് സെൻറ്റർ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൽ. എന്നിട്ട് ഒരു ബാക്ക് പീസിൽ ആ കോൺ വരുന്ന ഭാഗമാണ് നമുക്ക് സെൻറ്ററിൽ വരേണ്ടത്. ആ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഞൊറിട്ട് കൊടുക്കുക. സെൻറ്ററിൽ വരേണ്ടത് നമ്മൾ ആ കോൺ വരുന്ന ഭാഗം സെൻറ്ററിൽ വരാൻ ഭാഗത്തിന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറിട്ട് കൊടുക്കുക. ഫ്രണ്ട് പാർട്ടിൽ രണ്ട് സൈഡിൽ നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചുറ്റിനും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ സിക്സാക്ക് മെഷീനിൽ നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഫിനിഷിങ്ങിലിരിക്കാൻ. ഇത്രയേ ഉള്ളൂ ഈ രണ്ട് മക്കനെയും സ്റ്റിച്ച് ചെയ്യാൻ. ഇതൊക്കെ കുട്ടികൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ വളരെയേറെ ഭംഗിയായിരിക്കും. നല്ല ഭംഗിക്കിരിക്കും. ബാക്ക് സൈഡ് ഞൊറിട്ട് നല്ല ഭംഗിക്കിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് ഞാനിപ്പോൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തത്. നമ്മൾ ആ കോണായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താണ് ഇങ്ങനെ വരുന്നത്. മറ്റേത് നമ്മൾ നോർമലായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.